സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. 50 ചോദ്യങ്ങൾ അടങ്ങിയ മറ്റൊരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല ഏതാണ്? ഓപ്ഷൻ സി, സ്ക്ലീറൻ കൈമ കൊണ്ടാണ് തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകലയാണ് സ്ക്ലീറൻ കൈമ. അപ്പോൾ ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് സ്ക്ലീറൻ കൈമ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാസത്തിന് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ്. ഓപ്ഷൻ ഡി, എപ്പിഫൈറ്റുകളാണ്. വാസത്തിന് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ. അപ്പോൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ് ഓർക്കിഡ്, മരവാഴ എന്നിവ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണങ്ങളാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ, ആൽബർട്ട് ഹോവാർഡ് ആണ് ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത്. ആരാണ്? ആൽബർട്ട് ഹോവാർഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏത്? ഓപ്ഷൻ ബി, ആൽഫ കെരാറ്റിനാണ്. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനാണ് ആൽഫ കെരാറ്റിൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. NPK വളത്തിലെ ഘടകങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത്? ഓപ്ഷൻ ഡി, സൾഫറാണ്. NPK വളത്തിലെ ഘടകങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ സൾഫറാണ്. അപ്പോൾ നമുക്കറിയാം N ഫോർ നൈട്രജൻ, ഇനി P ഫോർ ഫോസ്ഫറസ്, K ഫോർ പൊട്ടാസ്യം. അപ്പോൾ ഇതാണ് NPK വളത്തിലെ ഘടകങ്ങൾ: നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പെട്ടെന്ന് ഊർജ്ജം ലഭിക്കാൻ കായിക താരങ്ങൾ കഴിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, കാർബോഹൈഡ്രേറ്റ് ആണ്. പെട്ടെന്ന് ഊർജ്ജം ലഭിക്കാൻ കായിക താരങ്ങൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകം ഏത്? ഓപ്ഷൻ ഡി, മാംസ്യമാണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക ഘടകമാണ് മാംസ്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശബ്ദ തരംഗങ്ങൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാധ്യമത്തിലൂടെയാണ്? ഓപ്ഷൻ എ, ഖരമാധ്യമത്തിലൂടെയാണ്. ശബ്ദതരംഗങ്ങൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരമാധ്യമത്തിലൂടെയാണ്. അപ്പോൾ ശൂന്യാകാശത്തിൽ ശബ്ദതരംഗങ്ങൾക്ക് വേഗതയേ ഇല്ല. ഇനി അവിടെ നിന്ന് വാതകം, പിന്നെ ദ്രാവകം, ഖരം എന്നിവയിലേക്ക് മാറുന്നതനുസരിച്ച് ശബ്ദതരംഗങ്ങളുടെ വേഗത കൂടിക്കൂടി വരും. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേന്ദ്ര മന്ത്രിസഭാംഗങ്ങൾ കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നത് ആരോടാണ്, എന്തിനോടാണ്? ഓപ്ഷൻ ഡി, ലോക്സഭയോടാണ്. കേന്ദ്ര മന്ത്രിസഭാംഗങ്ങൾ കൂട്ടായി ഉത്തരവാദപ്പെട്ടിരിക്കുന്നത് ലോക്സഭയോടാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന എന്നിവ ഏതിൻ്റെ വിത്തിനമാണ്? ഓപ്ഷൻ എ, തെങ്ങിൻ്റെ വിത്തിനമാണ്. മലയൻ ഡ്വാർഫ്, കൊച്ചിൻ ചൈന എന്നിവ തെങ്ങിൻ്റെ വിത്തിനമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം ഏത്? ഓപ്ഷൻ ഡി, വ്യാഴമാണ്. ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ ഉള്ള ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ 5+5 10 hours, 10 മണിക്കൂറാണ് വ്യാഴത്തിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. വെറും 10 മണിക്കൂറാണ്. ഇനി അതുപോലെ ഭ്രമണവേഗത കുറഞ്ഞ ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ഭ്രമണവേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് ശുക്രൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ സി, കാരിയോഫിലിൻ ആണ്. കുരുമുളകിന് എരിവ് നൽകുന്ന രാസവസ്തുവാണ് കാരിയോഫിലിൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി, കൊൽക്കത്തയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്.
ഇനി അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് ജയ്പൂരിലാണ്. അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്തയിലും. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ ചരിത്രത്തിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡിയുമായി ബന്ധപ്പെട്ട നഗരം ഏത്? ഓപ്ഷൻ ബി കൊൽക്കത്തയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ബ്ലാക്ക് ഹോൾ ട്രാജഡിയുമായി ബന്ധപ്പെട്ട നഗരമാണ് കൊൽക്കത്ത. അപ്പോൾ 1756 കൊൽക്കത്തയിലാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി നടന്നത്. 1756 കൊൽക്കത്തയിലാണ്. അപ്പോൾ 1757 പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവമാണ് ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡി. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ ബി എം ഹിദായത്തുള്ളയാണ്. രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിച്ച ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് എം ഹിദായത്തുള്ള. അപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഓപ്ഷൻ ഡി അയണോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ എ റീഡിംഗ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ച ഏക ജൂത വൈസ്രോയി ആയിരുന്നു റീഡിംഗ് പ്രഭു. അപ്പോൾ റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. റൗലത്ത് ആക്ട് പിൻവലിച്ച വൈസ്രോയി ആണ് റീഡിംഗ് പ്രഭു. ഇനി അതുപോലെ നമുക്കറിയാം ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭു ആണ്. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്ന വൈസ്രോയി ആണ് ഇർവിൻ പ്രഭു. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സന്യാസിയെപ്പോലെ ജീവിക്കൂ, കാളയെപ്പോലെ പണിയെടുക്കൂ എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ സി ഡോക്ടർ BR അംബേദ്കർ ആണ്. സന്യാസിയെപ്പോലെ ജീവിക്കൂ, കാളയെപ്പോലെ പണിയെടുക്കൂ എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി ടൈഫോയിഡിൻ്റെ രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡിൻ്റെ രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്നു. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിസ്റ്റക്ടമി എന്ന ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റുന്ന ഭാഗം ഏതാണ്? ഓപ്ഷൻ ഡി മൂത്രസഞ്ചിയാണ്. സിസ്റ്റക്ടമി എന്ന ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റുന്ന ഭാഗമാണ് മൂത്രസഞ്ചി. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? ഓപ്ഷൻ സി വാസോപ്രസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വാസോപ്രസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ വാസോപ്രസിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഇനി അതുപോലെ നമുക്കറിയാവുന്നതാണ് ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പ്രമേഹമാണ്, അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്രമേഹം, അല്ലെങ്കിൽ സിംപ്ലി ഡയബറ്റിസ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജില്ലയുടെ പേര് തന്നെ ജില്ലാ ആസ്ഥാനവുമായുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ മലപ്പുറമാണ്. താഴെ പറയുന്നവയിൽ ജില്ലയുടെ പേര് തന്നെ ജില്ലാ ആസ്ഥാനമായുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ ബാക്കിയുള്ള എറണാകുളം, വയനാട്, ഇടുക്കി ജില്ലകൾക്ക് അവയുടെ ആസ്ഥാനം ആ ജില്ലയുടെ പേര് തന്നെ അല്ല. അപ്പോൾ നമുക്കറിയാം എറണാകുളത്തിൻ്റെ ആസ്ഥാനം കാക്കനാടാണ്, വയനാടിൻ്റെ ആസ്ഥാനമാണ് കൽപ്പറ്റ, ഇടുക്കിയുടെ ആസ്ഥാനമാണ് പൈനാവ്. അപ്പോൾ ഈ 3 ജില്ലയ്ക്ക് ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയ്ക്കും അവയുടെ പേര് തന്നെയാണ് അവരുടെ ആസ്ഥാനം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത്? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മയാണ്. സിനിമയാക്കിയ മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഈ മാർത്താണ്ഡവർമ്മ എഴുതിയത് ആര്? CV രാമൻപിള്ളയാണ്. മാർത്താണ്ഡവർമ്മ എഴുതിയത് CV രാമൻപിള്ള. അപ്പോൾ വിഗതകുമാരന് ശേഷം പുറത്തിറങ്ങുന്ന മലയാളത്തിലെ 2ാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ജർമ്മൻ സിൽവറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ചെമ്പ്, സിങ്ക്, നിക്കൽ എന്നീ 3 ലോഹങ്ങളാണ് ജർമ്മൻ സിൽവറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ചെമ്പ്, സിങ്ക്, നിക്കൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ്. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലമ്പനിക്ക് കാരണമാകുന്ന അനോഫിലസ് കൊതുകുകളെ കണ്ടെത്തിയത് ആര്? ഓപ്ഷൻ ബി റൊണാൾഡ് റോസ് ആണ്. മലമ്പനിക്ക് കാരണമാകുന്ന അനോഫിലസ് കൊതുകുകളെ കണ്ടെത്തിയത് ആരാണ്? റൊണാൾഡ് റോസ്. അപ്പം മലമ്പനിയുടെ വാഹകരാണ് അനോഫിലസ് പെൺകൊതുകുകൾ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താഴെ പറയുന്നവയിൽ കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി കുരുമുളകാണ്. താഴെ പറയുന്നവയിൽ കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യം അല്ലാത്തത് ഏതാണ്? കുരുമുളകാണ്. അപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ള നെല്ല്, ഗോതമ്പ്, തെങ്ങ്, അപ്പോൾ ഇവയെല്ലാം കാറ്റിലൂടെ പരാഗണം നടത്തുന്നവയാണ്. അപ്പം നെല്ല്, ഗോതമ്പ്, തെങ്ങ്, കരിമ്പ്, മുരിങ്ങ അപ്പം എന്നിവ കാറ്റിലൂടെ പരാഗണം നടത്തുന്നവയാണ്. ഇനി എന്നാൽ കുരുമുളക് ഏതിലൂടെയാണ് പരാഗണം നടത്തുന്നത്? മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. മഴയിലൂടെ പരാഗണം നടത്തുന്നു. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രിയങ്ക ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഓപ്ഷൻ ബി പാവലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ് പ്രിയങ്ക എന്നത്. പാവലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു വിത്തിനമാണ്. അപ്പോൾ പ്രീതി, പ്രിയ, പ്രിയങ്ക എന്നിവ പാവയ്ക്കയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ എ ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകിയത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് തൃപ്തികരമായ വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീനും. എന്നാൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെഡ്സുമാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തനത്തിലെ അടിസ്ഥാന നിയമം എന്താണ്? ഓപ്ഷൻ സി പാസ്കൽ നിയമമാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വമാണ് പാസ്കൽ നിയമം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരളീയ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ആറന്മുളയിലാണ്. കേരള സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരളീയ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുളയിൽ, പത്തനംതിട്ട ജില്ലയിൽ. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ തൈമോസിനാണ്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ, അല്ലെങ്കിൽ ജുവനൈൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് തൈമോസിൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി ന്യൂഡൽഹിയിലാണ്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇപ്പോൾ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരെന്താണ്? അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്നതാണ്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിൽ. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബാജ്പേയി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി കർണാടകയിലാണ്. ബാജ്പേയി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഏത്? ഓപ്ഷൻ സി മധുരയാണ്. തമിഴ്നാട്ടിലെ മധുരയാണ് ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് മധുര. 36ാമത്തെ ക്വസ്റ്റ്യൻ. നേത്രാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? ഓപ്ഷൻ എ മംഗലാപുരം നഗരമാണ്. നേത്രാവതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് മംഗലാപുരം. 37ാമത്തെ ക്വസ്റ്റ്യൻ.
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗോരഖ്പൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഉത്തർപ്രദേശിലാണ് ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ പ്ലാറ്റ്ഫോമാണ് ഗോരഖ്പൂർ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹസ്രത്ത് എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ ദേശസ്നേഹി ആരായിരുന്നു? ഓപ്ഷൻ സി അഷ്ഫാഖ് ഉല്ലാ ഖാൻ ആയിരുന്നു. ഹസ്രത്ത് എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയ ദേശസ്നേഹി ആയിരുന്നു അഷ്ഫാഖ് ഉല്ലാ ഖാൻ. 39ാമത്തെ ക്വസ്റ്റ്യൻ. കോടതിയിൽ ഹാജരായ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ എ വി വി ഗിരി ആയിരുന്നു. കോടതിയിൽ ഹാജരായ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു വി വി ഗിരി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കോടതി കയറേണ്ടി വന്നത്. അപ്പോൾ അതുപോലെ സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതി ആരാണ്? വി വി ഗിരിയാണ്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതിയാണ് വി വി ഗിരി. ഇനി അതുപോലെ കേരള ഗവർണർ ആയതിനു ശേഷം രാഷ്ട്രപതി ആയ ഏക വ്യക്തിയാണ് വി വി ഗിരി. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രഹ്മാനന്ദോദയം എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമികളായിരുന്നു. ബ്രഹ്മാനന്ദോദയം എന്ന സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ച നവോത്ഥാന നായകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച ജാതിനാശിനി സഭയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ഓപ്ഷൻ ബി കണ്ണൂരായിരുന്നു. ആനന്ദ തീർത്ഥൻ സ്ഥാപിച്ച ജാതിനാശിനി സഭയുടെ ആസ്ഥാനം കണ്ണൂർ. 42ാമത്തെ ക്വസ്റ്റ്യൻ. 1868 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുമ്പ് നിക്കോബാർ ദ്വീപുകൾ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ഡാനിഷുകാരായിരുന്നു. 1868 ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും മുൻപ് നിക്കോബാർ ദ്വീപുകൾ ഭരിച്ചിരുന്നത് ഡാനിഷുകാർ അല്ലെങ്കിൽ ഡെൻമാർക്കുകാരായിരുന്നു. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എം കെ മേനോൻ രചിച്ച അവകാശികൾ എന്ന നോവലിൽ പശ്ചാത്തലമായ രാജ്യം ഏത്? ഓപ്ഷൻ സി മലേഷ്യ ആയിരുന്നു. എം കെ മേനോൻ രചിച്ച അവകാശികൾ എന്ന നോവലിൽ പശ്ചാത്തലമായ രാജ്യമാണ് മലേഷ്യ. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസർ ഏത്? ഓപ്ഷൻ എ എപ്പിക് ആണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ബ്രൗസറാണ് എപ്പിക്. അതുപോലെ ഇന്ത്യ വികസിപ്പിച്ച സെർച്ച് എഞ്ചിനാണ് ഗുരുജി. 45ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി 4G സേവനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി ഏത്? ഓപ്ഷൻ ബി എയർടെൽ ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G സേവനം ലഭ്യമാക്കിയ ടെലികോം കമ്പനിയാണ് എയർടെൽ. ഇനി ഏത് സിറ്റിയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് 4G സംവിധാനം നിലവിൽ വന്ന നഗരമാണ് കൽക്കട്ട നഗരം. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആർട്ടിക്കിൾ 371I ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ഗോവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർട്ടിക്കിൾ 371I ഗോവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 47ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രീയ ഏകതാ ദിവസ് ആരുടെ ജന്മദിനത്തിലാണ് ആചരിക്കുന്നത്? ഓപ്ഷൻ ബി സർദാർ പട്ടേലിൻ്റെ ജന്മദിനത്തിലാണ് രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ നാം ആചരിക്കുന്നത് സർദാർ പട്ടേലിൻ്റെ ജന്മദിനത്തിൽ. അപ്പം നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് ഏത് ദിവസമാണ്? ഒക്ടോബർ 31 നാഷണൽ യൂണിറ്റി ഡേ അഥവാ രാഷ്ട്രീയ ഏകതാ ദിവസ്. ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഓപ്ഷൻ സി രാമപുരം പുഴയാണ്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. അപ്പോൾ ഈ രാമപുരം പുഴ ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് രാമപുരം പുഴ. കണ്ണൂർ ജില്ലയിലാണ്, കോട്ടയം ജില്ലയിലല്ല. 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത്?
ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയാണ്. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അഖില തിരട്ട് എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. അഖില തിരട്ട് എന്ന കൃതിയുടെ കർത്താവാരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ ഫ്രണ്ട്സ്.